ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വന്നൂലേ? എല്ലാവരുടെയും റാങ്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് എവിടെയാ കിട്ടാൻ പോകുന്നത്? ഓൾ ഇന്ത്യ കോട്ട കൊടുക്കണോ, സ്റ്റേറ്റ് കോട്ട കൊടുക്കണോ? അപ്പോൾ നമ്മുടെ നീറ്റിന്റെ കൗൺസിലിങ്ങിന് രണ്ട് കോട്ടയാണുള്ളത്. ഒന്നാണ് ഓൾ ഇന്ത്യ കോട്ട, രണ്ടാമത്തത് സ്റ്റേറ്റ് കോട്ട. അപ്പം ഈ വീഡിയോനകത്ത് ഞാൻ ഓൾ ഇന്ത്യ കോട്ടനെ കുറിച്ചും സ്റ്റേറ്റ് കോട്ടനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ കൗൺസിലിംഗ് പ്രോസസ്സിന് എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത് രണ്ട് കോട്ടയാണ് ഈ നീറ്റ് കഴിയുമ്പോൾ ഉള്ളത്. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് 15 സീറ്റ്സ് ഉണ്ടാവും. സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്നത് നമ്മുടെ 85 സീറ്റ്സ്. ഈ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുമ്പം ആ സ്റ്റേറ്റിലെ ആൾക്കാർക്കുള്ള സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഇപ്പൊ കേരളയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം നമ്മൾ കേരളയിലാണെങ്കിൽ 85% ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ 85% സീറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് വഴി കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കോളേജിലും ഒരു 15% ഒരു കോട്ട ഉണ്ട്. അതാണ് നമ്മളുടെ ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിൽ ഇപ്പം കർണാടക, തമിഴ്നാട് അല്ലെങ്കിൽ ഇപ്പൊ രാജസ്ഥാൻ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർക്ക് പഠിക്കാം. അത് ഈ സ്റ്റേറ്റ് കോട്ട വഴി കൊടുക്കുന്ന ഈ ഓൾ ഇന്ത്യ കോട്ട വഴി കൊടുക്കുന്നതാണ്. അപ്പം ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ MCC എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്താണ് ഈ ഓൾ ഇന്ത്യ കോട്ടന്റെ പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മുടെ റാങ്ക് കൊടുക്കുന്നതും നമ്മൾക്ക് കോളേജിന്റെ ഓപ്ഷൻസ് വെക്കുന്നതും നമ്മുടെ MCC എന്ന് പറഞ്ഞ സൈറ്റിലാണ്. ആൻഡ് സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് നമ്മുടെ CEE എന്ന് പറഞ്ഞ സൈറ്റാണ്. കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് CEE എന്ന് പറഞ്ഞ സൈറ്റാണ് ഉള്ളത്. അപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ട ആയിരിക്കും. ഓൾ ഇന്ത്യ കോട്ടന്റെ അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. സെക്കൻഡ് ആയിരിക്കും. നമ്മുടെ കീം റാങ്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ, സ്റ്റേറ്റ് കൗൺസിലിംഗ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാലും നമ്മള് ഇപ്പൊ റാങ്ക് ഒക്കെ കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നമ്മൾ വെക്കാൻ ശ്രമിക്കേണ്ടത് മാക്സിമം ഫോർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ്. അപ്പം ഇനി പറയാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ MCCയിലുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കുമ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ എയിംസ് ഉണ്ട്. എയിംസ് എന്ന് പറഞ്ഞാൽ 20 എയിംസ് ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. ആ 20 എയിംസും ഓൾ ഇന്ത്യ കോട്ടയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കുറച്ച് മെഡിക്കൽ കോളേജസ് ഉണ്ടാവും. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഉണ്ടാവും. അതിൻ്റെയും 15% മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ട. 85% സ്റ്റേറ്റ് കോട്ടയാണ്. ആൻഡ് ജിപ്മർ, AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജസ്, ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെയും ഒരു 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് പോണത്. 85% അവരുടെ സ്റ്റേറ്റ് കോട്ട ആയിരിക്കും. പിന്നെ നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ മുന്നേ കൊടുത്ത് ഈ അലോട്ട്മെന്റ് ഒക്കെ കൊടുത്ത് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കൗൺസിലിങ്ങിന് കൊടുത്ത് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, നിങ്ങൾ നമ്മുടെ കേരളയിലെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് കൊടുക്കുമ്പോൾ നിങ്ങൾ അമൃത എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണില്ല. കാരണം എന്താന്ന് വെച്ചാൽ അമൃത, പിന്നെ കസ്തൂർബ മെഡിക്കൽ കോളേജ് നമ്മുടെ കർണാടകയിലുള്ള, ഇതൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട വഴി കൊടുക്കേണ്ടതാണ്. ഇതാണ് ഡീംഡ് കോളേജസ്. അപ്പൊ കുറച്ച് മാർക്ക് കുറവാണെങ്കിലും റാങ്ക് കുറച്ച് ബാക്ക്വേർഡ് ആണെങ്കിലും നമുക്ക് ഡീംഡിൽ കൊടുക്കാം. പക്ഷെ ഡീംഡിൽ നല്ല ഫീ ആയിരിക്കും. ആ യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫീ ആയിരിക്കും ഡീംഡ് മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അടുത്ത വരുന്നതാണ് ESI കോളേജസ് ഉണ്ട് ഇന്ത്യയിൽ. അതിന്റെ 15% സീറ്റും ഓൾ ഇന്ത്യ കോട്ടയിലാണ്. 85% ആ സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 റൗണ്ട്സ് ഉണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. ഇതിനകത്ത് റൗണ്ട് 1 എന്ന് പറയുമ്പോൾ റൗണ്ട് 1 ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ റൗണ്ട് 1-നകത്ത് നമുക്കൊരു കോളേജ്, നമ്മൾ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കൊരു കോളേജിനകത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കത് ആ കോളേജ് തന്നെ മതിയെങ്കിൽ നമ്മൾ അതിൽ പെർമനന്റ് ആയിട്ട് പോവുക. ഇനി ആ കോളേജിൽ കിട്ടിയിട്ട് നമുക്ക് ആ കോളേജ് വേറെ കോളേജ് വേണം, പോരാ, സെക്കൻഡ് റൗണ്ടിൽ വേറെ കോളേജ് കിട്ടും, അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, വേറെ കോളേജിലേക്ക് പോകണം അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഇതിലോട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എക്സിറ്റ് ഉണ്ട് റൗണ്ട് 1-ൽ. നമുക്ക് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ കമ്പൽസറി അല്ല. ഇതാണ് റൗണ്ട് 1-ന്റെ പ്രത്യേകത. പക്ഷെ റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4, ഇത് റൗണ്ട് 1-ൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4-ൽ വെച്ച് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടന്റെ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ 4 റൗണ്ടിൽ കിട്ടുന്ന കോളേജസിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അതായത് നമുക്ക് സ്റ്റേറ്റിൽ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പം ഇതായിരുന്നു നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടന്റെ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ സ്റ്റേറ്റ് കൗൺസിലിങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. കാരണം സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് ആദ്യം നമ്മുടെ കീമിന്റെ റാങ്ക് വരണം. കീമിന്റെ റാങ്ക് ഹോപ്പ്ഫുള്ളി ഒരു 2 വീക്കിനകത്തൊക്കെ വരും എന്ന് വിചാരിക്കുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കീമിന്റെ കൗൺസിലിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റൂ. അപ്പൊ അതിനനുസരിച്ചിട്ടേ നമ്മൾ കേരള റാങ്കും ഏത് കോളേജിൽ നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റൂ. പക്ഷെ എന്തായാലും ഓൾ ഇന്ത്യ കോട്ട വഴി എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം സ്റ്റേറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിപ്പം വേറെ ഏതെങ്കിലും ഓൾ ഇന്ത്യയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അപ്പൊ അങ്ങനെ മാക്സിമം കൊടുക്കാൻ നോക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ സ്റ്റേറ്റിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാ, ബൈ.